ആദ്യമായി ഈശോയ്ക്കും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോൺസൺ ചാക്കോ. ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2022 ഗവൺമെൻറ്റിൽ സർവീസിൽ കയറി. അതിനുശേഷം അപ്പോൾ എൻ്റെ കൈക്കൊരു ബലഹീനതയുണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനെന്നും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ ദുരിതമൊന്ന് മാറ്റി എൻ്റെ വീടിനടുത്തേക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത്. അങ്ങനെ ഇതിന് ഇടയിലായിട്ട് എൻ്റെ 3 വർഷം കാലാവധി പൂർത്തിയായ 3.5 വർഷമായപ്പോഴേക്കും എൻ്റെ ട്രാൻസ്ഫറിൻ്റെ വെക്കാമെന്ന് വന്നു. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് വെച്ചതിന് പ്രകാരം എൻ്റെ 1ാമത്തെ നമ്പറായിട്ട് ട്രാൻസ്ഫറിന് അടിച്ചു വന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ സർവീസിൽ കയറിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് മറ്റ് പലരുടെയും സ്വാധീനം മുഖാന്തരം എൻ്റെ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് അതിൻ്റെ അകത്ത് ഇല്ലാതായി മാറി. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ അതിന് പ്രകാരം എനിക്ക് കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കണ്ണീരോട് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നിട്ടും അത് മാറിപ്പോയല്ലോ. എനിക്ക് വളരെയധികം സങ്കടമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് മടങ്ങി ബസ്സിലിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സഹപ്രവർത്തക വിളിച്ച് എന്നോട് പറഞ്ഞു, റോൺസൺ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, നീ നോക്കിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, കാരണം എൻ്റെ നെറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ വെച്ച് ഇതുപോലെ നോക്കിയപ്പോൾ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ ഞാൻ കൊടുത്ത ആശുപത്രിയിലേക്കല്ല, ഞാൻ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്കാണ് കൊടുത്തതെങ്കിലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് എനിക്ക് വീണ്ടും പുതിയതായിട്ട് അടിച്ചു വന്നു ഓർഡർ. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്തതാണ്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഇതില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മകൻ അവൻ ഇച്ചിരി ഭയങ്കര ഓവർ ആക്റ്റീവാണ്. പുള്ളി ചെറുപ്പം മുതലേ എന്തെങ്കിലും തല്ലി പൊട്ടിക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങളും പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി ഇച്ചിരി പ്രശ്നങ്ങളുടെ കൂടെയാണ് പുള്ളി വളർന്നത്. പുള്ളിക്ക് പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. ഞാൻ കൈ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ അവൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കും, അങ്ങനെ പുസ്തകത്തിലേക്ക് നോക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇവനെക്കുറിച്ച് എനിക്ക് വളരെയധികം ആകുലതകളുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എങ്ങനെ വളർന്നു വരുമ്പോൾ ഇവനെങ്ങനെ പഠിക്കുമോ എന്താവും എന്നൊക്കെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്കിവനെ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് അന്നൊരു ആൺകുട്ടി ആയതുകൊണ്ട് എന്നെ നോക്കേണ്ടത് ഇവനാണ്. അപ്പോൾ എനിക്ക് ഇവനോടൊരു ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കും ഇവൻ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണെന്ന് വെച്ചാൽ കളിക്കാനും സൈക്കിളിൽ ഓട്ടിയെന്നൊക്കെ പുള്ളിക്ക് 24 അവർ കളിച്ച് നടന്നാലും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കണ കാര്യം മാത്രം അവനോട് പറയരുത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇവൻ്റെ കാലിൻ്റെ മുട്ടിന് എന്തൊരു ബുദ്ധിമുട്ട് തോന്നി ഇവൻ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാൽമുട്ടിന് ഒരു അസുഖത്തിൻ്റെ പേരുണ്ട്, ഓസ്ഗുഡ് സ്ക്ലറ്റർ ഡിസീസ് എന്ന് പറഞ്ഞു. കാൽമുട്ടിൻ്റെ പേശികൾ ഇങ്ങനെ വലിഞ്ഞു പോകും, മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് എന്തോ സംഭവിക്കുന്നൊരു അസുഖമാണ്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലില്ല. അപ്പോൾ ഓർത്തോ ഡോക്ടർ പറഞ്ഞു ഈ കാൽ രണ്ടും പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കാൽ അനക്കാതിരിക്കണമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിന് കാൽമുട്ടിൻ്റെ പ്ലാസ്റ്റർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവൻ കീറിക്കളയും. അവൻ തന്നെ പറഞ്ഞു ഞാൻ ഈ പ്ലാസ്റ്റർ അഴിച്ചു കളയും, അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല, അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, കാൽമുട്ടിന് നമുക്ക് മറ്റേ ഒരു ബ്രേസ്, 2 കാലും ബ്രേസ് കെട്ടി കാലുമുട്ട് അനക്കാണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടമായി. ഇവൻ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്ന ആൾ ഇനിയിപ്പോൾ വീട്ടിലെങ്ങനെ അടങ്ങി ഒരുങ്ങിയിരിക്കും. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് 31 ഒക്ടോബർ 2025 ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവനോട് ഓരോ ഇതൊക്കെ പറഞ്ഞ് ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, കൃപാസനം വരെ ഒന്ന് എൻ്റെ കൂടെ വന്നെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ബീച്ചിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഓരോ നമ്പറൊക്കെ അടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. ഇവിടം വരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ഉടമ്പടി എടുത്തു. ഇവനെയും എൻ്റെ കുടുംബത്തെയും മുഴുവൻ സമർപ്പിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒരു 2 മാസം പോലും എടുത്തില്ല, ഇവൻ്റെ കാല് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഇവൻ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ഇവൻ വീണ്ടും കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊക്കെ പോയി തുടങ്ങി. ഞാൻ കുട്ടികളുടെ 2 പേരുടെ, എനിക്ക് 2 കുട്ടികൾ, മൂത്തത് മോളാണ്. അപ്പോൾ 2 പേരുടെയും നെറ്റിയിലും ഉടമ്പടി തൈലം കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു.
അപ്പോൾ പരീക്ഷ ആയപ്പോഴത്തേക്കും മോള് കുറച്ചും കൂടെ വിശ്വാസത്തിലേക്ക് വന്നു. അവളും ഇവനും രണ്ടുപേരും വന്നു എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനും ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി ചെയ്യാൻ പ്രാർത്ഥിക്കുകയും. അത് പരീക്ഷയ്ക്ക് പോയെങ്കിലും കുറേ വിഷയങ്ങൾക്കൊക്കെ ഇവൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 10ാം ക്ലാസ്സിലേക്ക് സാറ് ഇരുത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഇനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട്, അതും കൂടെ നടത്തിയിട്ട് പുള്ളിനെ 10ലേക്ക് കയറ്റി വിടും. മോൾക്കാണെങ്കിലും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അവൾക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ പത്രം എൻ്റെ ഹോസ്പിറ്റലിൽ ആദ്യം ഒരു സ്ത്രീക്ക് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് പേടിച്ചാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവരോട് ഞാനിങ്ങനെ കൃപാസനത്തിൻ്റെ ഒരു പത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു ഹിന്ദു സ്ത്രീയും കൂടെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു മോള് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഭയങ്കര ഭയവും ഇതൊക്കെ ആയിട്ട് കിടന്നപ്പോഴത്തേക്കാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ്, പക്ഷേ അവൾക്ക് ഭയങ്കര ഭയമാണ്. അവളുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി, അച്ഛൻ നാട് വിട്ടുപോയി, അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അമ്മയോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചാടി കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചു. ഞാൻ പേടിച്ചാണ് കൊടുത്തെങ്കിലും ആ സ്ത്രീ മേടിച്ചപ്പോൾ എനിക്ക് വിശ്വാസമായി, ഓ ഇനി ധൈര്യമായിട്ട് ആർക്കും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാമല്ലോ എന്ന് എനിക്കൊരു ധൈര്യമായി. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുത്തു. എറണാകുളത്ത് വേറെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെയുള്ള രോഗികൾക്കും ഒക്കെ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും പൈസയ്ക്ക് കൈ നീട്ടുമ്പോഴത്തേക്ക് എനിക്കത് എൻ്റെ കയ്യിലുള്ള പൈസ എന്താണോ അത് കൊടുക്കാനായിട്ട്, എനിക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും എനിക്കത് കൊടുക്കാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ടായി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും മദ്യപിക്കണം എന്നൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് മദ്യപിക്കണ്ട എന്നുള്ളൊരു എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൃപ അമ്മ മാതാവ് തിരുക്കുമാരൻ എനിക്ക് തന്നു. എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടണം, കുർബാന സ്വീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പറ്റുന്ന എൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും, ഇപ്പോൾ രാവിലെ ഒക്കെ ആണെങ്കിലും അതിരാവിലെ കുർബാനയുള്ള പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാനും, അതുപോലെ കുമ്പസാരമൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രമേ കുമ്പസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് 2 മാസം 3 മാസം ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് പലരെയും എൻ്റെ മുൻപിലേക്ക് ഈ അശരണരായി വരുന്ന രോഗികളെ എൻ്റെ മുമ്പിൽ കാണിച്ചു തരുവാണ് അമ്മ. എടാ നീ ഇത് നിനക്ക് സാധിക്കും. അപ്പോൾ പല ഹോസ്പിറ്റലിൽ നേഴ്സുമാരെന്ന് വെച്ചാൽ അവർ പേഷ്യൻസിനൊന്നും വയ്യാത്ത ആൾക്കാരെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഈ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത രോഗി വന്നു കഴിഞ്ഞാലും എനിക്ക് അവരെ സഹായിക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനും, അല്ലെങ്കിൽ അവിടെ ചുമ്മാ ഇരിക്കുന്ന ഒരു രോഗിയാണ്, അമ്മ അങ്ങ് വാ, ഞാൻ അവിടെ കൊണ്ടൊക്കെ പിടിച്ച് കിടത്താം. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരു മനസ്ഥിതി വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സുഫാനിയ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. റോൺസൺ ചാക്കോ എന്ന ഈ സഹോദരൻ കൃപാസനത്തിൽ ആദ്യം വരുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലാണ്. കോലഞ്ചേരിയിൽ നിന്ന് എറണാകുളം വരെ ജോലിക്ക് പോകുമ്പോൾ മിക്കവാറും നിന്ന് പോകണം. കൈക്കിത്തിരി സ്വാധീനക്കുറവുള്ളത് കൊണ്ട് അത് വലിയ ക്ലേശമുള്ള ഒരു കാര്യവുമായിരുന്നു. അങ്ങനെയാണ് നോർമലായിട്ടുള്ള ട്രാൻസ്ഫറിന് വേണ്ടി സഹോദരൻ ശ്രമിച്ചതും അത് ആദ്യത്തെ ലിസ്റ്റിൽ അനുവദിക്കപ്പെട്ട് വന്നതും. എന്നാൽ പിന്നീട് എങ്ങനെയോ അത് മാറ്റം ചെയ്യപ്പെട്ടു, പേര് ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇല്ലാതായി. അങ്ങനെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ് സഹോദരൻ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ അരികിൽ വന്ന ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെപ്പോഴും പറയും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന്. അമ്മയുടെ അരികിൽ വന്ന് ജീവിതം അത്രമേൽ ക്ലേശമാണെങ്കിൽ ഒരു നോക്ക് കണ്ട് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം തന്നെ അമ്മ ഏറ്റെടുക്കുകയും അതിനുമേൽ തീരുമാനമാക്കുകയും ചെയ്യും. ഈ സാക്ഷ്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തത്, ആ ലിസ്റ്റിൽ നിന്ന് നീങ്ങിപ്പോയത് ആ ലിസ്റ്റിലൊന്ന് പേര് വരണം എന്നൊരാഗ്രഹമേ ഉള്ളൂ. രണ്ടാമത്തത്, സഹോദരൻ തന്നെ വീട്ടിൽ നിന്ന് അല്പ ദൂരെയുള്ള ഒരു ആശുപത്രിയുടെ പേര് എഴുതിയിട്ടുണ്ട്. സാധാരണ അങ്ങോട്ടേക്ക് തന്നെ ട്രാൻസ്ഫർ അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അമ്മയുടെ അരികിൽ വന്ന് പേര് ലിസ്റ്റിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് അറിയിച്ച് പ്രാർത്ഥിച്ച് തിരികെ പ്രത്യാശയോടെ മടങ്ങുമ്പോൾ പോകുന്ന വഴി തന്നെ സഹോദരൻ പറയുന്നുണ്ട്, ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് പരിശോധിക്കാനായിട്ട്.
അമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ നമുക്കത് ഉടമ്പടി പ്രകാരം ലഭിക്കുന്നത് കുറേ കൂടി അത് ക്വാളിറ്റി ഉള്ള, നമുക്ക് ഭാരങ്ങൾ കുറച്ചു തരുന്ന, ജീവിതത്തെ കുറേ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹമായിരിക്കും. ഒന്ന്, ട്രാൻസ്ഫർ ലിസ്റ്റിൽ പേര് വന്നു. 2, ഒട്ടും വിചാരിക്കാതിരുന്ന വീടിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആ ട്രാൻസ്ഫർ അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അതാണ് അമ്മയുടെ ഇടപെടലിലൂടെ ഈ സാക്ഷ്യത്തിൽ, ഈ നിയോഗത്തിൽ വന്ന അനുഗ്രഹമെന്ന് പറയുന്നത്. നമ്മളുടെ ഒരു വിഷയം കൊടുത്താൽ മതി, ആ വിഷയത്തിന് എങ്ങനെ ക്രമീകരിക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ആരൊക്കെ നിൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നുവോ, തടസ്സം നിൽക്കുന്നവർക്ക് മുമ്പിൽ വിജയം നൽകുന്നൊരു കർത്താവ് കൂടെയുണ്ടെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിച്ചു തരും. അതാണ് ആദ്യത്തെ സാക്ഷ്യം. ആരൊക്കെയോ മുക്കിയത് അമ്മ മാതാവ് ഈശോയിലൂടെ കൂടുതൽ സുരക്ഷിതമാക്കി മകൻ്റെ ജീവിതത്തെ സഹായിച്ചത്. രണ്ടാമത്തത് സഹോദരൻ പങ്കുവെച്ചത് മകൻ്റെ ജീവിതത്തിലുണ്ടായ അസ്വസ്ഥതകളാണ്. അത് അവൻ്റെ അസ്വസ്ഥതകൾ കൂടിക്കൂടി വരികയും അത് നിയന്ത്രിക്കുവാൻ പ്രയാസം വരികയും കാലിനുണ്ടായ ഒരു പ്രശ്നം അത് പ്ലാസ്റ്ററിടാൻ പറ്റാത്ത വിധം അവൻ്റെ അസ്വസ്ഥതകൾ കാരണം എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു. അത് ബ്രേസ് ഇടാമെന്ന് കരുതിയിട്ടും അതും അത്ര കണ്ട് ഫലവത്താകാതെ അവൻ്റെ ആരോഗ്യം വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ ആ വിഷയം മാറുമ്പോഴാണ് മകനെ കൂട്ടിക്കൊണ്ട് അമ്മ മാതാവിനെ കാണിച്ചു കൊടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ മകൻ്റെ ആരോഗ്യം മാത്രമേ മനസ്സിലുള്ളൂ. എങ്ങനെ കിട്ടും, എന്ത് ചികിത്സ ചെയ്യും, എപ്രകാരമാണ്, ഒന്നും ചിന്തിച്ചിട്ടില്ല. അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ അസ്വസ്ഥമായി നിൽക്കുന്ന ഈ മകനെ അവൻ്റെ എല്ലാത്തരം പെരുമാറ്റങ്ങളോടും കൂടി സമർപ്പിക്കുന്നു. അമ്മ സഹായിക്കണമെന്നാണ് മകനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഈ മകൻ ശാന്തതയോടുകൂടി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അപ്പച്ചൻ വളരെ സന്തോഷത്തോടു കൂടി പറയും, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതാണ് എൻ്റെ മകനെ. അവൻ്റെ വന്നിരുന്ന വയ്യായികകളൊക്കെയും എന്നെ വേദനിപ്പിച്ച വിഷയങ്ങളുമാണ്. എന്നാൽ ഉടമ്പടി തൈലം അവൻ്റെ കാൽമുട്ടിലും നെറ്റിത്തടത്തിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മെല്ലെ മെല്ലെ യാതൊരു മരുന്നുമില്ലാതെ, യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഇതിങ്ങനെ മാറുന്നത് കണ്ടു. പൂർണ്ണ ആരോഗ്യത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മകനിന്ന് ശാന്തതയോടുകൂടി ഓരോ കാര്യവും ചെയ്യും വിധം അമ്മ മാതാവ് മകനെ സഹായിച്ചുവെന്ന്. ഭൗതികമായ ഈ 2 അനുഗ്രഹങ്ങളെ ഈ സഹോദരൻ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സഹോദരൻ്റെ ജീവിതത്തിൽ വന്ന കാതലായ മാറ്റത്തെ അതോടൊപ്പം ചേർത്താണ് സാക്ഷ്യം നിർത്തിയത്. ആശുപത്രിയിൽ ഒരുപക്ഷെ ആരുപോലും നോക്കാനില്ലാതെ വളരെ അലക്ഷ്യമായോ അഗതിയെപ്പോലെയോ ഒക്കെ വരുന്ന രോഗികളോട് ഉടമ്പടി എടുത്തതിൽ പിന്നെ തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു കാരുണ്യത്തിൻ്റെ, ഒരു ദൈവസ്നേഹത്തിൻ്റെ, ഒരു ശുശ്രൂഷ മനസ്സിൻ്റെ നന്മയെക്കുറിച്ച് വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. തൻ്റെ തന്നെ ജീവിതത്തിൽ മദ്യപാനം വല്ലാതെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായി വേണ്ടെന്ന് വെച്ച് ജീവിതത്തെയും ക്രമപ്പെടുത്തുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഏതെങ്കിലും ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം അമ്മയുടെ അരികിൽ വരുന്നൊരു പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ അകം പുറം തേച്ചു മിനുക്കി ദൈവത്തിന് പ്രിയങ്കരമാക്കി കൊടുക്കുവാൻ നമ്മളെ തന്നെ ആന്തരികമായും ബാഹ്യമായും രൂപപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.